സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം ഒരു തളർവാദ രോഗിയും കൊണ്ട് മറ്റുള്ളവർ വരികയാണ്. അവർ വന്ന് അവരുടെ അവിശ്വാസം കണ്ട് ഈ മകനെ ഈശോ സുഖപ്പെടുത്തുകയാണ്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്, ഈ സൗഖ്യപ്പെടുത്തുന്നവരുടെ ഇടയിൽ ഇതിനെ പ്രതികരിക്കുന്ന, ഇതിനോട് അനുകൂലിക്കുകയല്ല പ്രതികൂലിക്കുന്ന ഒരു ഭാഗത്തെ കാണാൻ പറ്റും. ഇവൻ ബെൽസബൂലിനെ കൊണ്ടാണ് ഇത് ചെയ്യിക്കുന്നത്, അല്ലെങ്കിൽ ഇവൻ ദൈവനിഷേധം പറയുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഈശോയുടെ കൂടെ, ഈശോ യാത്ര ചെയ്യുന്നവരുടെ കൂടെ തന്നെ ഒരു പ്രതിയോഗിയെ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെയാണ് സഹോദരങ്ങളെ, ഇന്ന് നീ ഈശോയുടെ കൂടെ ആണെങ്കിൽ നിനക്ക് എല്ലാവരും അനുകൂലരാണ് എന്ന് ചിന്തിച്ചേക്കരുത്. നിന്നെ വേദനിപ്പിക്കുന്ന, നിന്നെ വിഷമിപ്പിക്കുന്ന, നിന്റെ പ്രശ്നങ്ങൾ, നിന്റെ കാര്യങ്ങളിൽ ഇടപെടുന്ന, നിന്നെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ശക്തി നിന്നോടൊപ്പം തന്നെ ഉണ്ട്. എന്നാൽ ഈശോ അതിനെ കൂടുതൽ മാനിക്കാതെ അവൻ്റെ ശുശ്രൂഷയുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്തു. ഇതുപോലെ എൻ്റെ സഹോദരങ്ങളെ, ഈശോയുടെ പ്രത്യേക സ്നേഹത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ലേ നമ്മൾ. അതുകൊണ്ട് നമ്മുടെ വിപരീത അനുഭവങ്ങളെ ഒത്തിരിയേറെ അതിനെക്കുറിച്ചോർത്ത് ആകുലചിന്തരാകാതെ എങ്ങനെ വീണ്ടും വീണ്ടും ഈശോയിലേക്ക് ചേരാം എന്നുള്ള ആ ഒരു ആഗ്രഹവും അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം കേട്ടോ. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.